നാട്ടുകുളിഷന്റെ ന്യൂസ് എച്ച് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. സർഗലാവണ്യം മനുഷ്യജീവിതത്തിന്റെ വികാസം സമന്വയ കലാസാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനം സാഹിത്യകാരൻ വൈശാഖൻ നിർവഹിച്ചു. ഒരു കൂട്ടം അധ്യാപകരുടെ നേതൃത്വത്തിൽ കല്ലടിക്കോട് കേന്ദ്രമായി രൂപീകരിച്ച സമന്വയ കലാസാംസ്കാരിക വേദിയുടെ പ്രവർത്തനോദ്ഘാടനം പ്രമുഖ എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റുമായ വൈശാഖൻ നിർവഹിച്ചു. കല്ലടിക്കോട് AK ഹാളിൽ നടത്തിയ ഉദ്ഘാടന പൊതുസമ്മേളനത്തിൽ സമന്വയ പ്രസിഡന്റ് CK ജയശ്രീ അധ്യക്ഷയായി. സത്യാനന്തര കാലഘട്ടത്തിൽ ഒരു സാംസ്കാരിക സംഘടനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പേരാണ് സമന്വയ. കലയ്ക്കും സാഹിത്യത്തിനും മനുഷ്യ മനസ്സുകളെ കൂട്ടിയിണക്കുന്നതിനുള്ള ശേഷിയുണ്ട്. കല എന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാശമാണ്. എല്ലാ വിഭാഗം ജനങ്ങളുമായുള്ള പൊതുപങ്കാളിത്തത്തിലൂടെയും സാമൂഹ്യ സഹവർത്തിലൂടെയും സർഗാത്മക പ്രവർത്തനങ്ങളിലൂടെയും സമന്വയത്തിൻ്റെ മാർഗം സ്വീകരിക്കാനാകും. വിദൂരമായ അലച്ചിലുകൾ ചില പൊതുബോധ്യങ്ങളിലേക്കും നിർണയങ്ങളിലേക്കും മനുഷ്യരെ കൊണ്ടെത്തിച്ചത് സമർപ്പണവും സമന്വയം സാംസ്കാരികവുമായിരുന്നുവെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. കലാസാഹിത്യ സാംസ്കാരിക വൈജ്ഞാനിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനുമാണ് സമന്വയ. സാംസ്കാരിക സമ്മേളന നൃത്തപരിപാടി P. ഭാസ്കരൻ, ഗാനമാലിക എന്നിവ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്നു. പീറ്റേഴ്സ്ബർഗിലെ ക്രിസ്തു എന്ന പുസ്തകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ നൽകി. വൈശാഖൻ പ്രകാശനം ചെയ്തു. പിന്നണി ഗായിക ഉത്തര പാട്ടത്തിൽ അതിഥിയായി. വൈഷ്ണവി ഉണ്ണികൃഷ്ണൻ നൃത്തം അവതരിപ്പിച്ചു. അശ്വിൻ, രാജേഷ്, നിരഞ്ജൻ, രമേശ്, അനിഖ എന്നിവർ ഗാനം ആലപിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. കോമളകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓമന രാമചന്ദ്രൻ, പ്രൊഫസർ മോഹൻദാസ്, CK രാജൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സമന്വയം സെക്രട്ടറി VP ജയരാജൻ സ്വാഗതവും ട്രഷറർ KS സുധീർ നന്ദിയും പറഞ്ഞു. ആദ്യത്തെ യാത്ര തുടങ്ങുകയായി. ഇങ്ങനെ ആദ്യമായിട്ട് സർഗാത്മകമായ ആയുധങ്ങൾ കല്ലുകൊണ്ടും എല്ലുകൊണ്ടുമൊക്കെ നിർമ്മിച്ചു തുടങ്ങിയ മനുഷ്യനെയാണ് നമ്മൾ ഹോമോ സേപ്പിയൻ എന്ന പേരിൽ വിളിക്കുന്നത്. ഹോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനും, സേപ്പിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് അല്ലെങ്കിൽ ചിന്തിക്കുന്നതെന്ന് അർത്ഥം വരുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റിയാണ്, ഗുണമാണ് ചിന്തിക്കാന്ന് പറയും. ആ മനുഷ്യർ ആ കാലത്ത് മെഡിറ്ററേനിയൻ കടലിനൊക്കെ ഇത്രയും വീതിയില്ലായിരുന്നു, കണക്ഷനുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് അവർ സഞ്ചരിച്ച് യൂറോപ്പിലേക്ക് വരികയും അവരെക്കാൾ തടിമുടുക്കും മറ്റുമുള്ള നിയാണ്ടർത്താൽ എന്ന മനുഷ്യരെ ഏറ്റുമുട്ടുകയും ചെയ്യും. ഇവരുടെ കയ്യിൽ ആയുധമുണ്ട്, നിയാണ്ടർത്താലിൻ്റെ കയ്യിലില്ല. ഈ ആയുധം കൊണ്ട് ഇവർ നിയാണ്ടർത്താലിനെ അടിച്ചു കൊന്നതിൻ്റെ ഫോസിലുകൾ പിന്നീട് കിട്ടിയിട്ടുണ്ട്. മരം കൊണ്ടുള്ള ഗത കൊണ്ട് അടിച്ചു കൊന്നതിൻ്റെ തെളിവുകളുണ്ട്. തലയോട്ടികളാണ് പൊട്ടിയിരിക്കുന്നത്. പിന്നീട് അവരുമായിട്ട് കോംപ്രമൈസായി, സമന്വയമായി നടത്തും. അങ്ങനെ നിയാണ്ടർത്താൽ മനുഷ്യരും ഈ ഹോമോസേപ്പിയൻസും പരസ്പരം ഇണചേർന്നും ഒക്കെ പുതിയ മനുഷ്യവർഗം ഉണ്ടാകുന്നു. അവർ ഏഷ്യയിൽ സഞ്ചരിക്കുന്നു, കിഴക്കൻ ഏഷ്യയിലേക്ക്. ഡെനിസോവിയൻസുമായിട്ട് ഈ കഴിഞ്ഞിടയ്ക്ക് ഹ്യൂമൻ ജനോമിൻ്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയപ്പോൾ ഇതിൻ്റെ കളർപ്പ് നമ്മുടെ ഇന്ത്യക്കാരിൽ വരുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചു.